സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും എത്തി ഗൈസ്. നമ്മൾ ഇന്ന് ഷിൻചാൻ റിയയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാം. നിങ്ങൾക്കറിയാലോ, എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സായി. ഇപ്പം ഞാൻ എൻ്റെ വാക്ക് പാലിക്കാം. ഞാനല്ല, ഷിൻചാൻ വാക്ക് പാലിക്കാൻ പോകുന്നു. പിൻചാൻ ഇങ്ങോട്ട് വരാൻ പോകുന്നു ഗൈസ്. അപ്പം നമുക്ക് നേരെ പോയി റിയയും ഷിൻചാൻ്റെ അടുത്ത് പറയാം. റിയയും ഷിൻചാൻ, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. സോ ഗൈസ്, നമുക്ക് നേരെ പോകാം. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, അവർക്കുണ്ടാക്കി നല്ല സർപ്രൈസ് കൊടുക്കാനാണ്. അതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം ചെയ്യാണ്ട്, എന്നിട്ട് എൻ്റെ കളക്ഷൻ കാണിക്കുക, അത് വേറെ കാര്യം. എന്തായാലും കളക്ഷൻ കാണിച്ചിട്ട് നമ്മുടെ JCB ഇപ്പോഴും ഉണ്ട്. എന്തിനാ JCB അടിച്ചു മാറ്റിയതിൻ്റെ കഥയൊക്കെ ഞാൻ ഫോൺ വഴി പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ എല്ലാ കാറും ഉണ്ട്, ബുഗാട്ടിയും BMW, പിന്നെ നമ്മൾ ആദ്യം അടിച്ചു മാറ്റിയ കാർസ് വരെ ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. നമ്മളൊക്കെ ഇവിടുത്തെ ഏറ്റവും വലിയ കാർ കളക്ടറാണ്. നമ്മുടെ സിറ്റിയിൽ ആർക്കും ഇത്രയും കാർസ് ഒന്നുമില്ലേ. എന്താണെന്ന് വെച്ചാൽ JCB നമ്മൾ അടിച്ചു മാറ്റി എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇങ്ങനെ കാർ അടിച്ചാൽ പോലീസ് വരില്ലേ, അതിന് അവർ വരുമ്പോൾ അവരെയൊക്കെ ഇത് വെച്ച് പൊക്കി എറിയാൻ വേണ്ടിയാണ്. പക്ഷെ JCB അടിച്ചു മാറ്റിയതല്ല പോലീസ് വന്ന്, അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ അറിയാത്തത്. അപ്പോൾ സാധാരണ വന്ന പോലെ അങ്ങനെ കഷ്ടപ്പെട്ട് ഞൂണ്ടൊക്കെ വന്നാണ്. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോകാം. നമുക്കൊരു കാർ അടിച്ചു മാറ്റമുണ്ട്. കാരണം പിൻചാനെ വിളിച്ചുകൊണ്ട് വേറൊരു കാർ വേണം കഴിച്ചു. നമ്മൾ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കാർ കളക്ടറല്ല. അപ്പോൾ ഓരോ ആൾക്കാരെ വിളിക്കാൻ ഓരോ കാറാണ് നമ്മൾ അടിച്ചു മാറ്റാൻ. നമുക്ക് എന്തായാലും ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോയി നേരെ ലൊക്കേഷൻ ചോദിക്കാം. നമുക്കങ്ങനെ 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കും ഗൈസ്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു. നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് പോലും അടിക്കാൻ പറ്റില്ല. നമുക്കെന്തായാലും പെട്ടെന്ന് 500 അടിക്കാം. എൻ്റെ കൂട്ടുകാരൻ 5K അടിക്കാറായി. അതിനും മുമ്പ് നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആക്കാം ഗൈസ്. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി വെച്ചേക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് 500 ആക്കാമല്ലോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരോടും പറഞ്ഞേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആകാം. അയ്യോ എന്ത് വിഷമം കാണിച്ചാലും ഞാനത് യാതൊന്നും ചെയ്യില്ല ഗൈസ്. നമുക്കെന്തായാലും നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോകാം ഗൈസ്. ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോകാം. സോ ഗൈസ്, ഡൊമിങ്കോസിന് ഏത് കാറാണ് എന്താണെന്ന് പറയാൻ പോകുന്നതല്ല. എനിക്ക് പോലും അറിയില്ല ഏത് കാറാണ്. നമുക്ക് ഏതായാലും ആ ക്യൂരിയോസിറ്റിയിൽ പോയി ചോദിച്ചു നോക്കാം ഗൈസ്. നിങ്ങളും ക്യൂരിയോസിറ്റി ആയിരിക്കും, ഞാനും ക്യൂരിയോസിറ്റി ആയിരിക്കും. വീണ് ഇപ്പം വീണ്. നീ അന്വേഷിച്ച കാറില്ലേ, കാറ് നമ്മുടെ അടുത്ത സിറ്റിയിലുണ്ട് കേട്ടോ. നിനക്ക് വേണ്ടി ട്രെയിൻ പിടിച്ചു പോകാൻ, ട്രെയിനിൽ നീ കാറും കൊണ്ട് തന്നെ പോയാൽ മതി. പിന്നെ ഇല്ലേ, നമ്മുടെ GTA 5 സിറ്റിയിലേക്ക് പോകാൻ പുതിയ വഴി വന്നിട്ടുണ്ട്. നീ നേരെ നമ്മുടെ ജുറാസിക് പാർക്കിൽ അഞ്ചാറ് 1-2 ഡൈനോസേഴ്സിനെ കൊന്നാൽ മതി. അപ്പോൾ ഒരു പോർട്ടൽ ഓപ്പൺ ആവും. അതിൽ ചാടിയാൽ നേരെ GTA 5. ഡൊമിങ്കോസിൻ്റെ പകുതിയെ പറയാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് ഞാൻ ഇപ്പോഴേ ഇറങ്ങി വന്നു. അവന് വിചാരിച്ച് അപ്പോഴേക്കും നമ്മൾ GTA 5 സിറ്റിയിലേക്ക് ടെലപ്പോർട്ട് ആവുന്നതാണ്. എങ്ങനെ ടെലപ്പോർട്ട് ആകാൻ പോകണമെന്നൊന്നും അറിയില്ല ഗൈസ്. ചിലപ്പോൾ മേലേയും താഴെ വീഴും, ചിലപ്പോൾ ആ നിപ്പിൽ തന്നെ ടെലപ്പോർട്ട് ആകും. അതൊന്നും അറിയില്ല. ഞാൻ ഇപ്പോൾ ഒരു ഭയങ്കര ഡ്രൈവിംഗ് സ്കില്ലാണ് കാഴ്ചത്. എന്തായാലും നമുക്ക് അടുത്ത സിറ്റിയിലേക്ക് പോകാം ഗൈസ്. എന്തായാലും ട്രെയിനില്ല. ഞാൻ ട്രെയിനിൽ കയറി പോകുന്നു ചോദിച്ചാൽ, കാരണം അവിടെ നമ്മൾ ഡ്രൈവിംഗ് സ്കില്ല് കാണിക്കാം. എല്ലാ വണ്ടിയിലും നമ്മൾ ഡ്രൈവിംഗ് സ്കില്ല് കാണിക്കാം. ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് റെയിൽവേ പാലത്തിൽ കയറി പോകാമെന്ന് വെച്ചാൽ ട്രെയിനെങ്ങാനും വന്ന് നമ്മൾ ഇടിച്ചിടും ഗൈസ്. നമ്മളങ്ങനെ കാറിൻ്റെ അടുത്ത് എത്തി, ഓടി എത്തി. അത് കാരണം നിങ്ങളെ കാണിക്കായിരുന്നു. ഞാൻ ഭയങ്കര പതിയാണ് ഓടലെന്ന് അറിയാലേ ഗൈസ്. നമ്മളെന്തായാലും ഈ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അയ്യോ ഒരു ദിവസം എന്തായാലും അയാൾക്ക് ചാവും. അപ്പം എൻ്റെ കൈ കൊണ്ട് തന്നെ അയാൾ ചത്താക്ക്, അത്രയുള്ളൂ. നമുക്കെന്തായാലും നേരെ, എനിക്ക് തോന്നണു എവിടെയെങ്കിലൊക്കെ പോയി നോക്കാം. ബീച്ച് സൈഡിലെങ്ങാനും പോയി നോക്കാം ഗൈസ്. അല്ലെങ്കിൽ എവിടെയൊക്കെ നോക്കാം. എവിടെയാണ് കാറ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് പോയി നോക്കും. എന്തായാലും ആ കാറ് കണ്ടുപിടിക്കാൻ കാറ് കണ്ടുപിടിക്കാൻ കുറേ നേരം എടുക്കും. എന്ന് വെച്ചാൽ കുറേ നല്ല നേരം എടുക്കും. നേരമൊന്നും എടുത്തില്ല. ഇത് BMW M5 RGB വെർഷൻ അല്ലേ. എന്തായാലും നമുക്കിതെടുത്ത് നേരെ നമ്മുടെ സിറ്റിയിലേക്ക് പോകാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ജുറാസിക് പാർക്കിൽ പോയിട്ട് ഡൈനോസറിനെ അങ്ങോട്ട് കൊല്ലാം ഗൈസ്. നമുക്ക് ഈ ഡൈനോസറിനെ കൊല്ലണമെന്ന് ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനത്തെ ടെക്നോളജി കണ്ടെടുത്ത് നമ്മളെന്ത് ചെയ്യണം ഗൈസ്? നമുക്ക് കൊന്നല്ലേ പറ്റൂ. നമ്മളെ പിന്നെ ആശുപത്രി കൂടെ വെപ്പൻസ് ഉണ്ട്. കാരണം ഡൈനോസറിനെ
പറഞ്ഞില്ല, അപ്പം തന്നെ വന്നല്ലോ ആള്. എവിടെ അത്രേ ഉള്ളു. അയ്യോ എൻ്റെ അമ്മച്ചിയേ. സോ ഗൈസ്, നമ്മൾ GTA 5 സിറ്റിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ചിപ്പൻ്റെ നടുവും നട്ടെല്ലൊക്കെ ഒടിയും. നമ്മളങ്ങനെ കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എൻ്റെ നട്ടെല്ലൊക്കെ ഒടിഞ്ഞു. എന്തായാലും നമുക്ക് ആ സർപ്രൈസ് എന്തായാലും അവർക്ക് കൊടുക്കണം. അപ്പം നമുക്ക് നേരെ പോയി പിഞ്ചാനെ കണ്ടുപിടിക്കാം. പിഞ്ചാൻ നമ്മുടെ എയർപോർട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും എയർപോർട്ടിൻ്റെ വഴി എനിക്കറിയില്ല. ഇത് ഇവിടെ നിന്ന് അടുത്താണെന്നറിയാം. നമ്മളെപ്പോഴും ടെലിപ്പോർട്ടാണ് സ്ഥലത്തിൻ്റെ അടുത്താണ്. എങ്ങോട്ടെങ്കിലൊക്കെ തിരിയാം. അപ്പം ഏതെങ്കിലും ഒരു സമയത്ത് ഭൂമി വീണ്ടല്ലേ. അപ്പം നമ്മൾ ആ പിഞ്ചാൻ്റെ അടുത്ത് എപ്പോഴെങ്കിലൊക്കെ എത്തുമായിരിക്കുമല്ലേ. എവിടെയാണ് ഈ കുറച്ചും കൂടി പോയത്. ആ പിഞ്ചാൻ നിൽക്കുന്ന സ്ഥലം എത്തി. ഇതാണ് പിഞ്ചാൻ്റെ പ്ലെയിൻ. അവനിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഏടാ പിഞ്ചാനെ, ഉള്ളിൽ നിന്ന് ഇറങ്ങടാ ഗൈസ്. നമ്മൾ പിഞ്ചാനെ പിടിച്ചിറക്കിയിട്ടുണ്ട് ഗൈസ്. എടാ പിഞ്ചാനെ, പെട്ടെന്ന് വന്ന് വണ്ടി കയറ് ഗൈസ്. പിഞ്ചാന്തി ഇപ്പോൾ ഒന്ന് കയറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തിയാ കയറണില്ലേ? അവൻ കയറിക്കോളും. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. നമ്മൾ നിന്ന സ്ഥലത്തേക്ക് തന്നെ ചെല്ലണം. അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ചെന്ന് നിന്നാൽ ടെലിപ്പോർട്ടാവും. ഏത് സ്ഥലമാണെന്ന് അറിയില്ല. നമുക്ക് അന്തവും കുന്തവും ഇല്ല. പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോയി ടെലിപ്പോർട്ടായി വീട്ടിലെത്താം. എന്തായാലും വലിയൊരു സർപ്രൈസാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അവരുടെ എക്സ്പ്രഷൻ എന്താവുന്ന പോലും എനിക്കറിയില്ല. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോകാം. അതാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം. സോ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയി അവർക്ക് സർപ്രൈസ് കൊടുക്കാം. പിന്നെ നീ ഓക്കെ അല്ലേ? നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയി അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാം. നമ്മുടെ വീട് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കെന്തായാലും നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് റിയയും ചിഞ്ചാൻ വിളിച്ചിട്ട് തരാം. പിഞ്ചാനെ അവർ വരുമ്പോഴേക്കും നീ ഇവിടെ ഇറങ്ങി നിന്നേക്കണേ. സോ ഗൈസ്, നമുക്ക് ഈ കാറിന്ന് ജസ്റ്റ് പാർക്ക് ചെയ്ത് നേരെ ഇറങ്ങിപ്പോയി പിഞ്ചാനെ വിളിച്ചിട്ട് വരാം ഗൈസ്. എവിടെ ഓടാൻ പറ്റിയില്ല ഗൈസ്. എൻ്റെ നടു ഒടിഞ്ഞിരിക്കാനാണ്. ആ ഡൊമിങ്കോസിനെ കാണണം. ഡൊമിങ്കോസിനല്ല ഗൈസ് കാണേണ്ട, ആ സയൻറ്റിസ്റ്റിനെയാണ് കാണുന്നത്. ടെലിപ്പോർട്ടേഷനൊക്കെ കുറച്ച് ബെറ്ററാക്കാൻ പാടില്ല. ഇത്ര വലിയ സയൻറ്റിസ്റ്റ് അല്ല അയാൾ. ഞാൻ ചിന്തിച്ചാൻ പെട്ടെന്ന് താഴത്തേക്ക് പോവാ. ഇന്നും പുതിയ കാറ് കൊണ്ടുവന്നല്ലേ. പെട്ടെന്ന് താഴത്തേക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. അവർ വിചാരിച്ച് നമ്മൾ വെറുതെ കാറടിച്ച് എത്തിക്കൊണ്ട് വന്നതാണെന്ന്. എന്തായാലും നമുക്ക് അവിടെ പോയി ഒരു ഭീകരൻ സർപ്രൈസ് കൊടുക്കണം അവർക്ക്. ഈ പിഞ്ചാൻ പുറത്തേക്ക് ഇറങ്ങിയില്ലേ? എടാ പിഞ്ചാനെ, പെട്ടെന്ന് പുറത്തേക്ക് വാ. ഇവിടെ നമ്മളെ ചിഞ്ചാനും പിഞ്ചാൻ ഉണ്ട്. എങ്ങനെയുണ്ട് ചിഞ്ചാൻ നോക്കിയിട്ട് സർപ്രൈസ്? പിന്നെ ഫ്രാങ്ക്ലി എന്ത് വലിയ സർപ്രൈസ് ആണ്. പിന്നെ പുതിയ കാർ ഓടിച്ചു നോക്കിയല്ലേ, കാറ് സൂപ്പറാ. പിഞ്ചാൻ എന്ത് ക്യൂട്ടാ. ചിഞ്ചാനും പിഞ്ചാനും നിൽക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ചിഞ്ചാനെ പോലെ അതേ കോപ്പിയാണ് പിഞ്ചാനും. പിന്നെ ഡ്രസ്സും സെയിം ആണ്. പിന്നെ കാറും പൊളിയാണ്. കാറിനൊരു ഡാമേജ് ഇല്ലല്ലോ. അവർക്ക് കാറും പിഞ്ചാനൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. പിഞ്ചാൻ 5-6 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ പിഞ്ചാൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ഓള് നെക്കി വെച്ചേക്കും. പിന്നെ 500 പെട്ടെന്നാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലേ. എന്തായാലും എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.